വീട്ടില് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ കറി വെച്ച് കൊടുത്താൽ മതി, വയറും നിറച്ച് ഫുഡ് കഴിച്ചോളും. അത് ഞാൻ ഉണ്ടാക്കാൻ പോണത് വിറകടുപ്പിട്ട് നല്ല നാടൻ സ്റ്റൈലാണ് കേട്ടോ. ഉരുളിയിലേക്ക് നല്ല നാടൻ ചക്കിലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉരുവ പൊട്ടിച്ച് വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് അതിലേക്ക് കുനുകുന അരിച്ച സവോള ഇട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നടുക്കിൽ പച്ചമുളകും കണ്ടത്തിന്റെ പറ്റി പച്ചമാങ്ങിയിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി മൂപ്പിച്ചിട്ട് നേരെ തക്കാളി യൂസ് വെച്ചു കൊടുക്കും. ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഉപ്പും കൂടി അതിൽ പാകാക്കിയിട്ട് വീട്ടിലുണ്ടായിട്ടുള്ള പച്ചക്കുരുമുളക് ചതക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലേവർ ആയിരിക്കും കറിക്ക്. ഒന്നും കൂടി വെട്ടി തിളക്കുമ്പോൾ നേരെ ടേസ്റ്റ് നോക്കുക. എല്ലാം പാകത്തിലുണ്ടെങ്കിൽ നേരെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മീനുകൾ ഒന്നൊന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള ആവൂരിയാണ്. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം തുറന്നു നോക്കിയിട്ട് എല്ലാം പാകത്തിന്റെ നോക്കുക. ഒന്നും കൂടി ചുഴറ്റി കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചിട്ട് 5 മിനിറ്റ് കൂടി മൂടി വെക്കുക. അത് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഒരു മണം വരാണ്ട് സാറേ. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളും വേപ്പിലും കൂടി തുമിച്ചിട്ട് അതും കൂടി മുകളിൽ വെച്ചു. അപ്പോഴത്തേക്കും അതിന്റെ കൂടെ കഴിക്കാനുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മീൻകറിയുടെ കൂടെ നെയ്ച്ചോറുള്ള കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. ഞാൻ പടുത്ത് കഴിച്ചു തുടങ്ങിയ സംഭവം കിടലാണ്. മൊത്തത്തിൽ കുറെ ആൾക്കാർ കഴിക്കാറുണ്ട്. ഞാൻ കുറച്ച് കറി നീക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് കൂടുട്ടോ. ഓണത്തിന് പൂക്കളോട്ടപ്പോലെ ചോറും കറിയും മീനും പപ്പട കൂടി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എത്തിച്ചേർന്ന് സ്ഥിതിക്കുമ്പോൾ കലാപരയുടെ ആരംഭിക്കാം. ഈ കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ട സാധനം അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അതുപോലെ തന്നെ എരിവും കുറവായതുകൊണ്ട് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.